ഹായ് വ്യൂവേഴ്സ്, ഗെറ്റ്സ് ഓഫ് ഗോയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഇവൻറ്റിന് വളരെയധികം പ്രത്യേകതയുള്ള ഒന്നാണ്. ഏത് ഗെയിം ചെയ്യുന്ന പ്ലെയർ ആയാലും അവൻ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അവൻ ഏത് ഗെയിമാണ് ചെയ്യുന്നതെന്ന് പബ്ലിക്കിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഗെയിം അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് അത് ചെയ്യുന്ന വ്യക്തി നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ഒരു ബോഡി ബിൽഡറാണെന്ന്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നു ബോഡി ബിൽഡിംഗ്. വെൽക്കം ടു ബോഡി ബിൽഡിംഗ്. The quality of being great. They say you should always go for greatness, because anything else is a waste of time. If becoming a bodybuilder was easy, everyone would do it. But easy isn't what got me here. Pain, hard work, diet, early mornings, mental discipline, that's what it takes. You want greatness? Go for it. ഇത് അനൂപ് രാജു, ഞങ്ങളുടെ അനൂപ് ചേട്ടൻ. ഇന്ത്യയിലെ എല്ലാ ബോഡി ബിൽഡേഴ്സും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജിമ്മന്മാർക്കും ഇദ്ദേഹത്തിനെ അറിയാം. ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കുവാനായി നമുക്ക് അനൂപേട്ടനിലേക്ക് പോകാം. ഹായ്, ഞാൻ അനൂപ് രാജു, മിസ്റ്റർ ഏഷ്യ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 6 തവണ മിസ്റ്റർ ഇന്ത്യ ആയിട്ടുണ്ട്, 10 തവണ ഇന്ത്യൻ റെയിൽവേ ചാമ്പ്യൻ ആയിട്ടുണ്ട്, 1 തവണ മിസ്റ്റർ ഏഷ്യ ആയിട്ടുണ്ട്. എൻ്റെ 23 വർഷത്തെ ബോഡി ബിൽഡിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നു. അനൂപേട്ട, ബോഡി ബിൽഡിങ്ങിൻ്റെ മത്സരങ്ങളുടെ എങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ്? കാറ്റഗറിയാണ്, വെയിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? ബോഡി ബിൽഡിങ് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് അങ്ങനെ 3-4 തലങ്ങളിലായിട്ടാണ് കോമ്പറ്റീഷനുകൾ നടക്കുന്നത്. അതിൽ തന്നെ ബോഡി വെയ്റ്റ് കാറ്റഗറികളുണ്ട്. ഇപ്പം സബ് ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ സബ് ജൂനിയറിൽ ബിലോ 55, ബിലോ 60, 65, ബിലോ 70 അങ്ങനെ 4 കാറ്റഗറിയാണ്. ജൂനിയറിൽ അതുപോലെ തന്നെ ബിലോ 65, ബിലോ 55 അങ്ങനെ പ്ലസ് 75 വരെ അങ്ങനെ 5 കാറ്റഗറി. അതുപോലെ തന്നെ സീനിയറിലാണെന്നുണ്ടെങ്കിൽ ബിലോ 55 തൊട്ട് പ്ലസ് 100 പ്ലസ് വരെ അങ്ങനെ 9 കാറ്റഗറിയിലാണ് കോമ്പറ്റീഷനുകൾ നടക്കുന്നത്. അതിൽ സബ് ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ളവരാണ് സബ് ജൂനിയറിൽ കോമ്പറ്റ് ചെയ്യുന്നത്. ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ 21 വയസ്സിൽ താഴെ ഉള്ളവരാണ് കോമ്പറ്റ് ചെയ്യുന്നത്. സീനിയർ 21 വയസ്സിന് മുകളിലുള്ളവരെല്ലാം സീനിയർ ആയിരിക്കും. പിന്നെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് മുകളിലുള്ളതാണ് മാസ്റ്റേഴ്സിൽ കോമ്പറ്റ് ചെയ്യുന്നത്. ചേട്ടാ, ഞങ്ങളിപ്പോൾ എല്ലാ ഗെയിമിനും ബേസിക്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങിൽ വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഏജ് ഉണ്ടോ, അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഇങ്ങനെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ബേസിക്കലി ജിമ്മിൽ എക്സസൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഏജൊന്നുമില്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഏജിൽ അവരുടെ ഏജ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു വർക്കൗട്ട് ഷെഡ്യൂളുകളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരാൾക്ക് ഒരു 8 വയസ്സുള്ള ഒരു കുട്ടിക്കും കൊടുക്കുന്ന എക്സസൈസ് ഒരുപോലല്ല. അത് അവരുടെ ഏജിനനുസരിച്ചുള്ള എക്സസൈസുകൾ ചേഞ്ച് വരുത്തി കൊടുക്കും. പിന്നെ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പാഷനാണ്. അത് ജിമ്മിൽ എക്സസൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലൂടെ അവനൊരു ആ ഒരു ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് എന്താണ് അതെന്ന് കൂടുതലായിട്ട് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ്റെ ഉള്ളിലേക്ക് ഒരു ബോഡി ബിൽഡർ ആകാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. ഈ ഇവൻറ്റിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ നല്ലൊരു ബോഡി ബിൽഡർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. പബ്ലിക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് നമ്മൾ ജിമ്മിൽ വരുന്നത് മസിൽ ഉണ്ടാക്കുവാൻ മാത്രമാണെന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ചേട്ടൻ പറയുന്നതനുസരിച്ച് കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാമെന്നുള്ളത്. ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്? പബ്ലിക്കിനിടയിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ആളുകൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ഉരുട്ടിയെടുക്കുക അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം പ്രോട്ടീൻസ് കഴിച്ചു കഴിഞ്ഞാലേ മസിലുണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിലുണ്ട്. ഇൻറ്റേർണലും എക്സ്റ്റേണലും ഒരുപോലെ സ്ട്രെങ്ത് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ എക്സർസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേട്ടൻ ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചു. ഇന്ന് ഏറ്റവുമായിട്ട് ഒരു തെറ്റിദ്ധാരണയാണോ സത്യമാണോ എനിക്കറിയില്ല കൃത്യമായിട്ട്. പ്രോട്ടീൻ്റെ ഉപയോഗം അത് എങ്ങനെയാണ്? ഫുഡ് സപ്ലിമെൻറ്റ് ഇതൊക്കെ ജിമ്മിൽ അത്യാവശ്യമാണോ?
അല്ലെങ്കിൽ ബോഡി ബിൽഡറിന് അത്യാവശ്യമാണോ? ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? പ്രോട്ടീൻ അത്യാവശ്യമാണ്. നമുക്ക് അത് ജിമ്മിൽ പോകുന്ന ഒരാൾക്കെന്നല്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ആവശ്യമുള്ളതാണ് പ്രോട്ടീൻ. കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾക്ക് സ്ട്രെങ്ത് ഉണ്ടാകാനായിട്ട് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം അത്യാവശ്യമാണ്. അതെല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്ന വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കൂടുതലും നമ്മൾ ഫാസ്റ്റ് ഫുഡുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അവരുടെ ബോഡി വെയ്റ്റ് ഇപ്പം 60 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 60 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ കൊടുക്കണം. അത് എക്സസൈസ് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനിൻ്റെ അളവാണ് അത് 60 ഗ്രാം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഗ്രാം പെർ kgക്ക് നമ്മൾ കൊടുക്കണം. അതല്ല, ഒരു ബോഡി ബിൽഡർക്കാണെന്നുണ്ടെങ്കിൽ 3 to 6 ഗ്രാം പ്രോട്ടീൻ പെർ kg കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോട്ടീനിൻ്റെ ഒരു അളവ് വേണ്ടത്. കാരണം നമുക്ക് മസിലുകളില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകത്തില്ല. ആരോഗ്യം ഇല്ലാതെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് സ്ട്രെങ്ത് വേണം. ആ ഒരു സ്ട്രെങ്തിന് നമുക്ക് അത്യാവശ്യം വേണമെന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള ഫുഡ്, ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. അതാണ് നമുക്ക് ഏറ്റവും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴി. ഇപ്പോൾ ഏതൊരു ഫോറിൻ കൺട്രിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവരുടെ കൺസെപ്റ്റ്, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച്, അവരുടെ ഡിന്നർ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫോറിൻ കൺട്രിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 2 പീസ് ബ്രെഡ്, അല്ലെങ്കിൽ അത് കുറച്ച് ഒരു ചീസ്, ജാം, ഒരു ബ്ലാക്ക് കോഫി, അല്ലെങ്കിൽ ഒരു എഗ് വെയ്റ്റ്, അല്ലെങ്കിൽ ഒരു ബുൾസൈ, ഇത്രയുള്ള അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും കുറച്ച് കട്ടഡ് ഫ്രൂട്ട്സ്, ഇത്തരം സംഭവങ്ങളാണ് അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ആ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് വൈറ്റമിൻസ് വരുന്നുണ്ട്, മിനറൽസ് വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ്, പ്രത്യേകിച്ച് മലയാളികളുടെ കൺസെപ്റ്റ് എന്ന് കഴിഞ്ഞാൽ വയറ് നിറച്ച് ഉള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതൊരു നമ്മുടെ കാരണന്മാരാൽ നമ്മൾ ശീലിച്ചു വന്നിരുന്ന ഒരു രീതിയാണ്. നമ്മുടെ പൂർവികർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ അല്ലെങ്കിൽ വയറ് നിറച്ച് കപ്പ അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ട് അവർ പറമ്പിലേക്ക് ഇറങ്ങി പണി ചെയ്യും. അപ്പോൾ അവർക്ക് അത്രയും കലോറിയുള്ള ഫുഡ് വേണം. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരുടെ രീതികളും അവരുടെ ജോബുകളും IT ഫീൽഡിലാണെങ്കിൽ പോലും അവരുടെ ടൈമിങ്ങിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫുഡിൻ്റെ രീതികളും ഷെഡ്യൂളുകളൊന്നും നമ്മൾ മാറ്റുന്നില്ല. നമ്മുടെ കൺസെപ്റ്റ് ഇപ്പോഴും അവരുടെ പൂർവികരുടെ ആ ഒരു വയറ് നിറച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. അത് എപ്പോഴും നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ഓക്കെ ചേട്ടാ, അപ്പോൾ നോർമൽ ഒരു ആൾക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്ന് ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഈ നോർമൽ ഫുഡ് ഒരു ബോഡി ബിൽഡറും കഴിക്കണമെന്നും ചേട്ടൻ പറയുന്നുണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു ബോഡി ബിൽഡറിന് ഈ നോർമൽ ഫുഡ് അല്ലാതെ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം, അതിനെപ്പറ്റി ഒന്ന് പറയൂ. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. ബോഡി ബിൽഡിങ്ങിൽ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. സപ്ലിമെൻ്റ് നമുക്ക് ഇപ്പോൾ പല മാർക്കറ്റിൽ പല വിലകൾ ലഭ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബ്രാൻഡുകൾ ലഭ്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അത് ഒറിജിനലാണെന്ന് നമുക്ക് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളരെ നിലവാരം കുറഞ്ഞ സപ്ലിമെൻറ്റുകൾ ഒരുപാട് നമ്മുടെ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അതും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനകത്ത് നമുക്ക് ആവശ്യമില്ല, ശരീരത്തിന് ദോഷകരമായിട്ടുള്ള സ്റ്റിറോയിഡ്സും കാര്യങ്ങളുമൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. നമുക്കറിയില്ല. മോശമായിട്ടുള്ള സപ്ലിമെൻറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രോബ്ലംസുകൾ നമുക്ക് ഉണ്ടാക്കും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ, ചേട്ടൻ ഇപ്പോൾ റെയിൽവേയിലാണെന്ന് പറഞ്ഞു. ചേട്ടൻ ബോഡി ബിൽഡിങ്ങിലാണ് റെയിൽവേയിൽ കയറിയേക്കുന്നത്. ഇപ്പോൾ എല്ലാ ഗെയിമിലും ഇങ്ങനെ ഓരോ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുന്നുണ്ടല്ലോ. ബോഡി ബിൽഡിങ്ങിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാൻ പറ്റും? കേരളത്തിലെങ്ങനെ, സെൻട്രൽ ഗവൺമെൻറ്റിലെങ്ങനെ, അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റും? ബോഡി ബിൽഡിങ്ങിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അത് ഇപ്പം നേവി, എയർഫോഴ്സ്, ആർമി, റെയിൽവേ, CRPF, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ബോഡി ബിൽഡിംഗ് ടീമുകളുണ്ട്. അതിനകത്തൊക്കെ നല്ല പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമുക്കിപ്പോൾ മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി, ഇൻ്റർ യൂണിവേഴ്സിറ്റി മെഡലുകളാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ജൂനിയർ നാഷണൽ മെഡലുകൾ, പിന്നെ സീനിയർ നാഷണൽ മെഡലുകൾ, ഇൻ്റർനാഷണൽ മെഡലുകൾ, ഇങ്ങനെയുള്ള മെഡലുകളാണ് നമ്മൾ അതിനകത്തേക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷനുകൾ.
അപ്പോൾ നമുക്ക് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ വിവരങ്ങളാണ് അനൂപേട്ടനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ബോഡി ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനച്ചന്തമാണ്. ഒരു ബോഡി ബിൽഡർ സമൂഹത്തിൻ്റെ ഇടയിലോട്ട് നടക്കുമ്പോൾ അവരെ നോക്കാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവരൊന്ന് നോക്കി എന്താ ഇത് എന്നൊന്ന് ചോദിക്കാത്ത ആൾക്കാരില്ല. ഇത്ര മനോഹരമായ ഇത്ര പെയിൻഫുള്ളായ ഈ ഗെയിം ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് ചേട്ടന് നന്ദി. വീണ്ടും ഞങ്ങൾ ചേട്ടനെ കാണാൻ വരും. ഒരു വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷം ചേട്ടൻ അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ചേട്ടൻ അത് കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ചേട്ടൻ എല്ലാവിധ ഭാവമംഗളങ്ങളും.